Hi all, next I will explain the topic software vulnerabilities. നമ്മൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ വൾണറബിലിറ്റീസ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൾണറബിലിറ്റീസ് അറിയാനുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ബഫർ ഓവർഫ്ലോ, സ്റ്റാക്ക് ഓവർഫ്ലോ, ദെൻ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, SQL ഇൻജെക്ഷൻ, ഫിഷിംഗ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ വൾണറബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ എന്താണ് സോഫ്റ്റ്വെയർ വൾണറബിലിറ്റീസ്? വൾണറബിലിറ്റീസ് മീൻസ് വീക്ക്നെസ് ഓഫ് ദി സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ വീക്ക്നെസ് വഴി ഒരു അറ്റാക്കർ നമ്മുടെ സിസ്റ്റത്തെ യൂസ് ചെയ്യുക. അതാണ് സോഫ്റ്റ്വെയർ വൾണറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഒരു സോഫ്റ്റ്വെയറിനുണ്ടാകാവുന്ന വൾണറബിലിറ്റി, ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വൾണറബിൾ ആവാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വൾണറബിൾ ആവാം. സോഫ്റ്റ്വെയർ വൾണറബിലിറ്റി ഈസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് എ ഫോൾട്ട് in the specification, development or configuration of the software, such as its execution can violate the security policy. സെക്യൂരിറ്റി ആസ്പെക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ പോളിസീസിനെ വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാരണത്തെ നമുക്ക് എന്തെന്ന് പറയാം? സോഫ്റ്റ്വെയർ വൾണറബിലിറ്റി എന്ന് പറയാം. അതിനൊരു എക്സാമ്പിൾ ബഗ്സ് ആണ്. ബഗ്സ് മീൻസ് കോഡിങ് എറേഴ്സ്. ആ കോഡിങ് എറേഴ്സ് ഉണ്ടാകുന്നത് കാരണം നമ്മുടെ സിസ്റ്റത്തിന് കുറേ പ്രശ്നങ്ങളുണ്ടാവാം. അതായത് സിസ്റ്റം ക്രാഷ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്, കണക്ടിവിറ്റി ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്, ദെൻ പ്രിൻറ്റിംഗ് ഓപ്ഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കാം, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ഉണ്ടാവാം, ഇൻഫർമേഷൻ ലീക്കേജസ് ഉണ്ടാവാം. അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയർ ബഗ്സ് മൂലം ഉണ്ടാവാം. ബഗ്സ് മീൻസ് നമ്മൾ എഴുതുന്ന ഒരു സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന കോഡിങ് എറേഴ്സിനാണ് ബഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഈ ബഗ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം, അതിൻ്റെ പ്രിവെൻഷൻ മെക്കാനിസം എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ വൾണറബിലിറ്റീസ് എന്ന ടോപ്പിക്കിൽ പറയുന്നത്. ദെൻ മെയിനായിട്ടും സോഫ്റ്റ്വെയർ വൾണറബിലിറ്റീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 ടേംസ് യൂസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് എക്സിസ്റ്റൻസ്, സെക്കൻഡ് ഈസ് ആക്സസ്, ആൻഡ് തേർഡ് വൺ ഈസ് ദ എക്സ്പ്ലോയിറ്റ്. Existence means the existence of vulnerability in the software. ഒരു സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന വൾണറബിലിറ്റീസാണ് നമ്മൾ എക്സിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആക്സസ് മീൻസ് ദ പോസിബിലിറ്റി ദാറ്റ് ഹാക്കേഴ്സ് ഗെയിൻ ആക്സസ് ടു ദി വൾണറബിലിറ്റി. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൽ ഒരു വൾണറബിലിറ്റി ഉണ്ടെന്നറിഞ്ഞാൽ ഹാക്കർ അല്ലെങ്കിൽ അറ്റാക്കർ ആ വൾണറബിലിറ്റി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതുവഴി നമ്മുടെ സിസ്റ്റത്തെ ആക്സസ് ചെയ്യാം. വൾണറബിലിറ്റി മീൻസ് എന്താണ് സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ തേർഡ് വൺ ഈസ് ദ എക്സ്പ്ലോയിറ്റ്. അപ്പോൾ ഈ വൾണറബിലിറ്റിയുടെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്തിട്ട് ഒരു അറ്റാക്കർ ഓർ ഹാക്കർ നമ്മുടെ സിസ്റ്റത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്പ്ലോയിറ്റിൽ വരുന്നത്. നെക്സ്റ്റ് ഇവിടെ വരുന്നൊരു പോയിൻ്റാണ് 0 day വൾണറബിലിറ്റി. ഓക്കെ, 0 day വൾണറബിലിറ്റി മീൻസ് ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് പ്രോഗ്രാം കോഡ് എഴുതി കഴിയുമ്പോൾ അതിനകത്ത് ബഗ്സ് ഉണ്ടാവാൻ അല്ലെങ്കിൽ എറർ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതവർ ചെക്ക് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യും, എന്താണ് ആ ബഗ്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ബട്ട് ഇൻ സം കേസസ് ഇത് നമ്മൾ റിലീസ് ചെയ്തിട്ട് ആണ് അറിയുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്പൈ ഏജൻസീസാണ് ഈ വൾണറബിലിറ്റീസിനെ ഫിഗർ ചെയ്യുന്നത്, അതിൽ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഫിഗർ ഔട്ട് ഹൗ ടു ബ്രേക്ക് ദ സിസ്റ്റം. എങ്ങനെയാണ് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ വൾണറബിലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്ന് അറ്റാക്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് സ്പൈ ഏജൻസീസോ മനസ്സിലാക്കിയെടുക്കുന്നു. ആ ഒരു വീക്ക്നെസ്സിനെ നമ്മൾ പറയുന്നതാണ് 0 day വൾണറബിലിറ്റി. അതായത് ഒരു ഡെവലപ്പറിന് ആ വൾണറബിലിറ്റി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഫിക്സ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നതിന് മുന്നേ തന്നെ അറ്റാക്കർ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്പൈ ഏജൻസീസ് ആരെങ്കിലും ഈ വൾണറബിലിറ്റി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതുവഴി അറ്റാക്ക് പെർഫോം ചെയ്യുന്നതാണ് 0 day വൾണറബിലിറ്റി. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എന്താണ് 0 day വൾണറബിലിറ്റി? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ വൾണറബിലിറ്റീസ് ആർ. ഫസ്റ്റ് വൺ ഈസ് ബഫർ ഓവർഫ്ലോ വൾണറബിലിറ്റി. ബഫർ ഓവർഫ്ലോ വൾണറബിലിറ്റി മീൻസ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബഫറിനേക്കാളും കൂടുതൽ സൈസ്. ബഫർ ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് സം ഡേറ്റ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ആ ബഫറിനേക്കാളും വലിയൊരു സൈസായിപ്പോയി. അങ്ങനെയാണെങ്കിൽ അത് ബഫർ ഓവർഫ്ലോ വന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നടത്തുന്ന അറ്റാക്കാണ്
ബഫർ ഓവർഫ്ലോ വൾണറബിലിറ്റി. ദെൻ സെക്കൻഡ് ഈസ് ഹീപ്പ് ഓവർഫ്ലോ. സെയിം കൺസെപ്റ്റ് തന്നെ. ഒരു ഹീപ്പ് മീൻസ് ഇത് ഒരു സ്റ്റോറേജ് മെക്കാനിസമാണ്. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന ഓവർഫ്ലോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫോർമാറ്റ് സ്ട്രിങ് വൾണറബിലിറ്റീസ്. അതായത് നമ്മൾ കൊടുത്തേക്കുന്ന ഫോർമാറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വൾണറബിലിറ്റി, അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കോഡ് നമ്മൾ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റിജർ ഓവർഫ്ലോ. ഇൻറ്റിജർ ഓവർഫ്ലോ മീൻസ് നമ്മളിപ്പോൾ ഒരു ഇൻറ്റിജർ വാല്യൂവിന് ഇത്ര സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സി ലാംഗ്വേജിലാണെങ്കിൽ ഫ്രം ഒരു റേഞ്ച് മുതൽ അടുത്ത റേഞ്ച് വരെ അത്ര ഇടയിലുള്ളത് മാത്രമാണ് നമ്മൾ ഇൻറ്റ് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇൻറ്റ് എന്നുള്ളൊരു ഡേറ്റ ടൈപ്പ്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ വലിയൊരു വാല്യൂ നമ്മൾ കൊടുക്കുന്നതാണ് ഇൻറ്റിജർ ഓവർഫ്ലോ. ഇതിന് SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് മീൻസ് നമ്മൾ SQL കൊറി വഴി, നമ്മുടെ നോർമൽ SQL കൊറി വഴി സം മലീഷ്യസ് കോഡ് ആഡ് ചെയ്തിട്ട് ആ കൊറീനെ സെൻഡ് ചെയ്യുന്നതിനെയാണ് SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ XSS എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെബ് ആപ്ലിക്കേഷനകത്തേക്ക് നമ്മൾ മലീഷ്യസ് കോഡ് അറ്റാച്ച് ചെയ്ത് വിടുന്നതാണ്. അതായത് മലീഷ്യസ് കോഡ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് വെബ് ആപ്ലിക്കേഷനിലേക്കുള്ള ഒരു റിക്വസ്റ്റ് അങ്ങനെ കൊടുക്കുന്നതാണ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്. ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണ് ബഫർ ഓവർഫ്ലോ, എന്താണ് SQL ഇഞ്ചക്ഷൻ അറ്റാക്ക്, എന്താണ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, അതൊക്കെയാണ് മെയിനായിട്ടും ഈ സോഫ്റ്റ്വെയർ വൾണറബിലിറ്റീസിൽ വരുന്നത്.